friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മുടെ HSA പരീക്ഷ ഇങ്ങെത്തി അല്ലെ? ഓഗസ്റ്റിലാണ് പരീക്ഷ. ഇനി എത്ര ദിവസമുണ്ട് പരീക്ഷയ്ക്ക് മുൻപായിട്ട്? നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 45 ദിവസത്തിന് മേലെ എല്ലാ പരീക്ഷകൾക്കും നമുക്കുണ്ട് അല്ലെ? എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ റിഗറസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പഠനം ട്രാക്കിൽ എത്താത്തവരുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ പോലും ഇനിയുള്ള 45 ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം നമുക്കറിയാം, പണ്ടത്തെ പോലെ ഹാർഡ് വർക്ക് എന്നുള്ളതല്ല ഇപ്പോഴത്തെ മന്ത്രം. ഇപ്പോഴത്തെ മന്ത്രം എന്താണ്? സ്മാർട്ട് വർക്ക് ആണ്. അപ്പൊ എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ? HSA 2025 ഡൂസ് ആൻഡ് ഡോൺസ്. ഇനിയുള്ള 45 ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല. ആദ്യം തന്നെ നമുക്ക് ഡോൺസ് നോക്കാം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ടും നോക്കിക്കേ, ഡോണ്ട് സ്ട്രഗിൾ ഫോർ സിലബസ് കംപ്ലീഷൻ. അതായത് നിങ്ങളുടെ മുന്നിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു മിഷൻ ആവരുത്. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി പരീക്ഷയ്ക്ക് മാർക്ക് നേടുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. മാർക്ക് നേടുക, ജോലി നേടുക. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സിലബസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ചില ഭാഗങ്ങൾ, പ്രാധാന്യമേറിയ ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഭാഗങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഇപ്പം ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്, മിസ്സേ ഞങ്ങൾക്ക് ആകെ 1-2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ, ഇത് വെച്ച് ഞങ്ങൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാനാ? അങ്ങനെയല്ല. ശരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഇപ്പൊ 2024 ഒരു നാച്ചുറൽ സയൻസ് NCA വിജ്ഞാപനം അനുസരിച്ച് പരീക്ഷ നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർക്ക് അറിയാം? ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കം. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത എന്താണ്? റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ പഠനം പ്ലാൻ ചെയ്യേണ്ടത്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സിലബസ് പാടെ 50% മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാവരുത് നിങ്ങളുടെ പഠനം. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ എന്താണെന്നറിയാമോ? പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യില്ല, അതിനുള്ള സമയം കിട്ടില്ല. കാരണം എന്റെ മനസ്സിൽ എന്താ, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, മുഴുവൻ പഠിക്കണം എന്നുള്ളതാണ്. അതല്ല നമുക്ക് അവിടെ വേണ്ടത്. നമുക്ക് അവിടെ വേണ്ടത് എന്താണ്? കൃത്യമായിട്ട് മാർക്ക് നേടുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യില്ല? റിവൈസ് ചെയ്യില്ല, വേണ്ട പരീക്ഷകൾ എഴുതി നോക്കില്ല, ക്വസ്റ്റ്യൻസ് പരിചയപ്പെടില്ല. അപ്പൊ നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യമാവരുത്. ഇൻസ്റ്റെഡ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും, ടോപ്പിക്സിനെ പ്രയോറിറ്റി അനുസരിച്ച് പഠിക്കാനും, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകാനും. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങളുടെ പഠന സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായിരിക്കണം ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ സിലബസ് കംപ്ലീഷൻ എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ പോകേണ്ട സമയം ഇതല്ല. തീർച്ചയായിട്ടും ഈ ലക്ഷ്യം വയ്ക്കാം. നമ്മളുടെ പഠനം നമ്മളൊരു 6 മാസം മുമ്പായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് മുന്നിൽ കാണാം. പക്ഷെ അതല്ല, ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടോപ്പിക്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ്? പെർഫെക്ഷനിസത്തിലോട്ട് പോവരുത് കേട്ടോ. പെർഫെക്ഷനിസത്തിലോട്ട് പോവരുത്. എന്താണ് പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാല്? അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും, നമ്മളിൽ ഒരുപാട് പേർക്കുള്ള ഒരു കാര്യമായിരിക്കും, ഞാൻ സിലബസിൽ ഒരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്ക് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ പഠിച്ചു, പക്ഷെ എനിക്കറിയാം ഒന്നും കൂടി എവിടേക്കോ മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എവിടേക്കോ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് പഠിക്കാനുണ്ട്. ആ ടോപ്പിക്കിൽ നിന്നും വിട്ടു മാറാൻ എനിക്കൊരു വിമുഖത ഉണ്ടാവും. ശരിയല്ലേ? അങ്ങനെ ആവരുത്. കടിച്ചു തൂങ്ങരുത്. ഒരു ടോപ്പിക്കിന്റെ മുകളിലും കടിച്ചു തൂങ്ങരുത്. എന്ത് ചെയ്യുക? പഠിച്ചു മാറ്റുക കേട്ടോ. പഠിച്ച് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ പെർഫെക്ഷനിസം, പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് തീർക്കും. ഇനി അടുത്തത് നോട്ട് എഴുതുക. നോട്ട് എഴുതുന്നത് ഭയങ്കര പെർഫെക്ഷനിസത്തോടു കൂടി നിങ്ങൾ നോട്ട് എഴുതുക. അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഷോർട്ട് നോട്ട്സ് മാത്രമാണ്. ഓക്കെ, അതും ആവശ്യമുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആണ് ഇനി അങ്ങോട്ട് വേണ്ടത്. കാരണം സിലബസ് വാസ്റ്റ് ആണ്. ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിനെ ബേസ് ചെയ്ത് നമ്മൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇനി ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഷോർട്ട് നോട്ട്സ് ആവാം. നമുക്കറിയാവുന്ന ഭാഷയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മൾ മറന്നുപോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഡോൺസിൽ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യമാവരുത് നിങ്ങളുടെ മുന്നിൽ. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ടു നടക്കരുത്. ഈ 2 പോയിന്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇപ്പം ചിലർ ചിന്തിക്കും, ഇതൊക്കെ ചെയ്യാതെ പാസ്സാവുമോ? ഇത് ചെയ്താൽ ഇനി ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സ്മാർട്ട് വർക്കിലേക്ക് പോവുക കേട്ടോ. അല്ലാതെ പഠിച്ചു തന്നെ എന്താ പറയാ ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ അങ്ങനെയൊന്നും പോകരുത്. ഇനിയുള്ള സമയം കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഇനി എന്തെല്ലാം ചെയ്തു നോക്കണം എന്നുള്ളതാണ്.
ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സിലബസിനെ മനസ്സിലാക്കണം. സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ട എന്നൊരു വിഷനോട് കൂടി പോകാൻ പറയുന്നെങ്കിൽ പോലും സിലബസിനെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ സിലബസ് അനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ വിടരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സോ സിലബസിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതൊക്കെ ടോപ്പിക്സിന് വെയിറ്റേജ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് അനലൈസ് ചെയ്യുന്നത് വളരെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ചിലരുണ്ട് മറ്റുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി ഔട്ട് ഓഫ് സിലബസ് ഒക്കെ പഠിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യം ഇനി അങ്ങോട്ടില്ല. നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് സിലബസിനെ മനസ്സിലാക്കി പാഠപുസ്തകങ്ങളെ ഇൻക്ലൂഡ് ചെയ്ത് മാത്രം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ റാങ്ക് മേക്കിംഗ് ഏരിയാസ്. എന്താണ് ഈ റാങ്ക് മേക്കിംഗ് ഏരിയാസ്? അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, നിങ്ങളുടെ വീക്ക്നെസ് എന്താ എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾ ഒരു തരത്തിലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇംഗ്ലീഷാണ് വിഷയമെങ്കിൽ എന്റെ സ്ട്രെങ്ത് ലിറ്ററേച്ചർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ലിറ്ററേച്ചർ നന്നായിട്ട് എത്രത്തോളം മാർക്ക് എനിക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് ഞാൻ ഗ്രാബ് ചെയ്യണം. അല്ലെങ്കിൽ എന്റെ വീക്ക്നെസ് മറ്റൊരു ഏരിയ ആണ്. ഫോർ എക്സാമ്പിൾ, പെഡഗോജി എന്റെ ഒരു വീക്ക്നെസ് ആണ് എന്ന് വിചാരിക്കും. അപ്പൊ ഞാനത് കളയുക എന്ന അർത്ഥമല്ല. അതിൽ നിന്നും പഠിക്കേണ്ട ഭാഗങ്ങൾ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. എന്നാൽ എന്റെ സ്ട്രെങ്ത് ആയ ലിറ്ററേച്ചറിലെ മാക്സിമം മാർക്ക് ഞാൻ സ്കോർ ചെയ്യണം. അത് റാങ്ക് മേക്കിംഗ് ഏരിയാസിലെ ഒരു പോയിന്റ്. അടുത്തതായിട്ട് കൃത്യമായിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത്, ഇപ്പൊ ഇംഗ്ലീഷുകാരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം HSST-യിലായാലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില ഭാഗങ്ങളുണ്ടാവും. അവിടുത്തെ പ്രയോറിറ്റി മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ അവിടെ റാങ്ക് മേക്കിംഗ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അയ്യോ എനിക്കിത് അറിയാമായിരുന്നു, എനിക്ക് എഴുതാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാ? അറിയാമായിരുന്നു എന്ന ബോധം കൊണ്ട് നമ്മളത് പഠിക്കാതെ വിട്ടത് കൊണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അതിലേക്കൊന്നും പോവാതെ നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളുടെ വീക്ക്നെസ് തള്ളിക്കളയരുത് ഒരിക്കലും. കാരണം അവിടെ എന്ത് ചെയ്യുക? പഠിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷകൾ എഴുതുക. വീക്ക്നെസ് എന്ന് പറയുന്ന ഏരിയാസിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ പരീക്ഷകൾ എഴുതുക എന്നുള്ളത് തന്നെയാണ്. കാരണം പരീക്ഷ എഴുതുന്നതിന്റെ ഗുണം എന്താ? ഈ ഭാഗത്ത് നിന്നും ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരും എന്നൊരു അനാലിസിസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. ചോദ്യങ്ങളിലൂടെ ആ ഉത്തരം എങ്ങനെ എത്തി നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു അപ്രോച്ച് ആയിരിക്കണം നമ്മളുടെ വീക്ക് ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഏരിയാസിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടോപ്പിക്സ്. ആ ഏത് ടോപ്പിക്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യണം മക്കളെ. നിങ്ങൾക്കറിയാം പല കുട്ടികളും ചിന്തിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ മോഡൽ എക്സാം എഴുതേണ്ടത്. അല്ല, ഒരിക്കലും അല്ല. മോഡൽ എക്സാം എഴുതി നോക്കണം. മാക്സിമം നമ്പർ ഓഫ് മോഡൽ എക്സാംസും ക്വസ്റ്റ്യൻസും എഴുതി നോക്കണം. നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് പരിചയപ്പെടണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പഠിച്ചത് കൊണ്ട് എന്തേലും പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോണ്ടേയിരുന്നു, പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ ചോദ്യം ഉത്തരമായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടുക. അതായിരിക്കണം നിങ്ങളുടെ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി. ക്വസ്റ്റ്യൻസിലൂടെ ടോപ്പിക്സിനെ ഐഡന്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻസിലൂടെ മാക്സിമം നന്നായിട്ട് എന്തുകൊണ്ട് ആ ഉത്തരത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് ഇവിടെ കിടക്കുന്നു, ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, ഈ രീതിയിലൊരു ഫിഗർ ഔട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ഇനി അങ്ങോട്ട് സ്മാർട്ട് വർക്ക് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ചോദ്യങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതൊരു വിജയമന്ത്രം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ എന്തെല്ലാം പഠിച്ചു പോയാലും ആ പഠിച്ച കാര്യങ്ങൾ ഒരു ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഫെമിലറൈസ് ചെയ്യാം, എക്സാംസ് എഴുതുക. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ LPSA UPSA എക്സാം നടത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെടുന്നു ഡിസ്ട്രിക്ട് വൈസ് എക്സാം നടത്തണം. കാരണം ഇതൊരു ജില്ലാ തലത്തിൽ നടക്കുന്ന പരീക്ഷയാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ നടത്തിയിരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം വീണ്ടും നിങ്ങൾ ഓരോരുത്തർക്കുമായിട്ട്, അതായത് HSA ഉദ്യോഗാർത്ഥികൾക്കുമായിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ഒരു മെഗാ മോഡൽ എക്സാം വരികയാണ്. ജില്ലാ തലത്തിൽ
സബ്ജക്ട് വൈസ് ഓരോ വിഷയങ്ങൾക്കും, ഇപ്പൊ മാത്സ് ആണ് നിങ്ങളെങ്കിൽ മാത്സിൽ എറണാകുളം, മാത്സിൽ ട്രിവാൻഡ്രം, എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജില്ലയിൽ അപ്ലൈ ചെയ്യുന്ന വിഷയത്തിന് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എന്ത് ചെയ്താൽ എനിക്ക് എന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ എക്സ്പേർട്ട് ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ച് HSA കെയർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാം. അപ്പൊ കൃത്യമായിട്ട് പരീക്ഷ എഴുതി ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്താൽ മുന്നോട്ട് വരും എന്ന അനാലിസിസോട് കൂടി ഇനിയുള്ള ദിവസം പഠിക്കാൻ സാധിക്കും. അപ്പോൾ HSAയുടെ മെഗാ മോഡൽ എക്സാം, ഡിസ്ട്രിക്ട് വൈസ് മോഡൽ എക്സാം എഴുതാനായിട്ട് നമ്മുടെ ഗൂഗിൾ ഫോം ലിങ്ക് താഴെയുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ HSA പോരാട്ടത്തിന്റെ ബാച്ച് വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ പഠനം എവിടെയും എത്തിയില്ല, അങ്ങനെയുള്ള സങ്കടങ്ങളും ടെൻഷനും ഒന്നും വേണ്ട. അവസാന നിമിഷം വരെ പോരാടുന്നവനാണ് മിടുക്കൻ, അല്ലെ? അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഒരുപാട് പേര് പഠിച്ചു തുടങ്ങി, പക്ഷെ അവിടെയും ഇവിടെയുമായിട്ടാണ് പഠനം കിടക്കേണ്ടത്. ഇനിയുള്ള 45 ദിവസം നിങ്ങളുടെ പഠനത്തെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെ? അപ്പൊ ഈ ഒരു ക്രോഡീകരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ HSA ബാച്ചിലേക്ക് വരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച റിസൾട്ടിന് മേലെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. റിസൾട്ട് ഇപ്രാവശ്യത്തെ LP UP എന്നുള്ളതിനൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ HSA 300-ലധികം ഉദ്യോഗാർത്ഥികളാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കിൽ നിന്നും എല്ലാ സബ്ജക്ട്സിനുമായിട്ട് സർവീസിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ നമ്മുടെ HSA പോരാട്ടം ബാച്ചിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മക്കളെ, ഇങ്ങ് പോന്നോളൂ, നമ്മളോടൊപ്പം നമ്മൾ പറയുന്ന രീതിയിൽ പഠിച്ചാൽ റാങ്ക് ഉറപ്പാണ്. അതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അഷുറൻസ് എന്ന് പറയുന്നത്. സോ ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.